എല്ലാവർക്കും ഷാനൂസ് കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ സ്റ്റൈൽ ബിരിഞ്ചി ചോറാണ് റെഡിയാക്കി എടുക്കുന്നത്. ബിരിഞ്ചി ചോറ് അഥവാ മഞ്ഞച്ചോറ് എന്നൊക്കെ പറയും. ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ റെസിപ്പി മാത്രമാണ്. ചിക്കനൊക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്കായ, നല്ല ജീരകമല്ല വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കാം. ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ മാത്രം ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോകരുത്. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വിസിൽ വരുന്ന സമയത്ത് നമുക്കിതിന് മൂടി തുറന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാല് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 2 വിസിലിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി മൂടി വെക്കാം നമുക്ക്. അപ്പോൾ 3 വിസിലിനാണ് ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ അരിക്ക് അനുസരിച്ചിട്ടുണ്ടാവും നമ്മുടെ വേവ്. ഓരോ അരിയും ഓരോ വേവാണല്ലോ. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇവിടെ വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ചോറൊന്നും കെട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കുറച്ച് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി ഞാൻ ഓൾറെഡി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് മലബാർ സ്റ്റൈൽ ബിരിഞ്ചി ചോറാണ്. കോഴിക്കോട് ആ ഭാഗത്തേക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ചോറ് തന്നെയാണിത്. ഇവിടെയും ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ഷാനൂസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. താങ്ക് യു.